എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ 3 ഷെയർസിനെ കുറിച്ചാണ് നോക്കുന്നത്. അതായത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് നടത്തിയ 3 ഷെയർസ്. അതായത് വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാൻ തയ്യാറുള്ള 3 ഷെയർസ്. നമ്മൾ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, ഫണ്ടമെൻ്റൽ വശങ്ങൾ നോക്കുന്നില്ല. കാരണം ഇത് ടെക്നിക്കൽ സൈഡ് വെച്ച് നോക്കുമ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്ന ഷെയർസ് ആയതുകൊണ്ടാണ് ടെക്നിക്കൽ മാത്രം നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഷെയറാണ് സെഞ്ച്വറി ടെക്സ്റ്റൈൽസ്. നമ്മളിപ്പോൾ ചാർട്ടിൽ കാണുന്നതാണ് സെഞ്ച്വറി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഷെയർ. നമുക്കിവിടെ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ഉണ്ടായിരുന്നു സെഞ്ച്വറി ടെക്സ്റ്റൈൽസ്. അതായത് അതുകൂടാതെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിംഗ് ആയിട്ട് പോയിരുന്നത്. അവിടെയാണ് നല്ലൊരു വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. അതിനുശേഷം കുറച്ചൊന്ന് കയറി, ഷെയർ കുറച്ചൊന്ന് കയറി. പിന്നെ ഈ ലൈനിൽ നമുക്ക് നോക്കിയാൽ ഈ ലൈനിൽ ആണ് 3 പ്രാവശ്യം ടച്ച് ചെയ്തത്. ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ രണ്ടാമത് ടച്ച് ചെയ്തു, ഇവിടെ മൂന്നാമത് ടച്ച് ചെയ്തു. അതിനുശേഷം ഈ ഹൈ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഹൈ രൂപാന്തരപ്പെട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കിടന്ന് ട്രേഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ട്രേഡിംഗ് പോയിൻ്റ് ആയിരുന്നത്. ഇത്ര നാളത്തെ ട്രേഡിംഗ് ഡിസിഷൻ എടുത്ത ഏരിയ ആണ് ഇത്. ഇത്ര നാൾ ട്രേഡിംഗ് ഡിസിഷൻ എടുത്ത ഏരിയ ആണ് ഇത്. ഈ ഏരിയയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഏകദേശം ഒരു 3 മാസത്തോളം അവിടെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ റേഞ്ചാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം. വിത്ത് ഹ്യൂജ് വോളിയം, നല്ല വോളിയത്തോടുകൂടി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആസ് പെർ ദ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ഈ കറൻറ്റ് ലെവലിൽ നിന്ന് മുകളിലേക്ക് കാണുന്നത്. നമുക്ക് കറൻറ്റ് ലെവലിൽ നിന്ന് മുകളിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലേ ഇവിടെ നിന്ന് കയറിപ്പോയ ആ പോയിൻ്റ്, അവിടെ നമുക്കൊരു ലൈൻ ഒന്ന് വരച്ച് നോക്കാം. ഈ കയറിപ്പോയ ഈ ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് നീട്ടി ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ ഈ ലൈൻ 1340 ഈ റേഞ്ചിൻ്റെ ഏരിയ. 1340 ഈ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നല്ല സപ്പോർട്ട് ഏരിയ. സപ്പോർട്ട് ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞു, ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു, 2 പ്രാവശ്യം ടച്ച് ചെയ്തു, 3 പ്രാവശ്യം ടച്ച് ചെയ്ത ആ ഏരിയയാണ് സപ്പോർട്ട് ഏരിയ. അതുകൂടാതെ ഇവിടെ ഈ ലൈൻ, ഈ 1340 എന്ന് പറയുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. അതാണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതൊരു സപ്പോർട്ട് പോയിൻ്റ് ആയതുകൊണ്ട് ഇതാണ് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ആയിട്ട് മാറുക ഇവിടെ. കാരണം ഇതാണ് നല്ലൊരു ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയ. അപ്പോൾ ആസ് പെർ ദ ചാർട്ട് ഇവിടെ നിന്ന് കയറാൻ സാധിച്ചില്ല. ഇവിടെ തിരികിടുകയാണെങ്കിൽ ഇതിനും താഴേക്ക് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ആകെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഇടേണ്ടത്. ഇവിടെ നിന്ന് ഒരു 1800 ലെവൽ വരെയെങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം 1800 വരെയെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ്, പെട്ടെന്നൊരു കുതിപ്പിൽ ഇവിടം വരെ എത്താനായിട്ട് സാധ്യത കാണുന്നുണ്ട് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ ഷെയർ, സെഞ്ച്വറി ടെക്സ്റ്റൈൽസ്. നമുക്കിനി അടുത്ത ഷെയർസിൽ പോവാം. നമ്മളെ അടുത്ത ഷെയറാണ് വണ്ടർല ഹോളിഡേയ്സ്. വണ്ടർല ഹോളിഡേയ്സിൽ നമുക്ക് നോക്കിയാൽ എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വണ്ടർല ഹോളിഡേയ്സിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് ഇവിടെ 2 ലൈൻ വരച്ചു നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് കാണാൻ ഇത് ഇവിടെ വരെ പോയിട്ടുള്ളത്. അതായത് 995 വരെ ഇവിടെ പോയിട്ടുള്ളത്. ഇവിടെ വരെ നമ്മൾ ലൈൻ വരച്ചു. അത് 995 അല്ലെങ്കിൽ 996 ആണത്. 996 ഈ ലൈനാണ് 996. ഇനി താഴെയും നമുക്കൊരു ലൈൻ വരച്ചു നോക്കണം. താഴെയും നമ്മൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇത്രയും നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മാസങ്ങളോളം ഈ ഏരിയയിൽ ഉള്ളിലാണ് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ മുകളിൽ, ഇതിന് മുകളിലും പോയിട്ടില്ല, താഴെയും പോയിട്ടില്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. നല്ലൊരു വോളിയം വന്നിട്ടുണ്ട് ഇവിടെ.
പക്ഷേ ഇവിടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ റെസിസ്റ്റൻസ് ഈ 996 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വലുത് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതൊരു നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ കാണിക്കാവുന്നതാണ്. നമ്മളെ ഈ താഴെ ഇട്ട ഈ ലൈനാണ് നമ്മളെ ഒരു SL പോയിൻ്റ്. അതായത് ഇത് ഒരു 820 ഇതിൻ്റെ ഒരു റേറ്റ്. ഇതാണ് ഇതിൻ്റെ സപ്പോർട്ടായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത് ആസ് പെർ ഇൻട്രാഡേ ചാർട്ട് വെച്ചിട്ട്. അപ്പോൾ ഈ 820 തന്നെ ആയിരിക്കണം നമ്മളെ ഒരു SL പോയിൻ്റ്. അപ്പോൾ ഇത്രയും നാൾ, അതായത് ഇത്രയും മാസങ്ങളോളം ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തിട്ട് ഈ റേഞ്ച് ഇത് ബ്രേക്ക് ചെയ്തിട്ട് വിത്ത് വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ പ്രതീക്ഷിക്കുക. അതായത് ഏകദേശം ഒരു 1200 വരെയെങ്കിലും ഇത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇത് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു വീർപ്പ് മുട്ടി കിടക്കായിരുന്നു. നമ്മളതിലൊരു വീർപ്പ് മുട്ടി കിടന്നിട്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ആയിരിക്കും ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി പുറത്ത് കിടക്കുകയാണെങ്കിൽ ഈ റേഞ്ച് വരെ മിക്കവാറും പോകാനായിട്ട് സാധ്യതയുണ്ട്. ബട്ട് ഈ സപ്പോർട്ട് പോയിൻ്റ് നമ്മൾ ഒരിക്കലും മറക്കാനും പാടില്ല. അപ്പോൾ ഇതാണ് വണ്ടർല ഹോളിഡേയ്സിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ. ഇനി നമുക്ക് അടുത്ത ഷെയർസിലൊന്ന് പോയി നോക്കാം. നമ്മുടെ അടുത്ത ഷെയറാണ് ബജാജ് ഫിൻസർവ്. ബജാജ് ഫിൻസർവ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേമിലേക്കുള്ളിലുള്ള വ്യൂ ആണ് ഇതിൽ കാണുന്നത്. അതായത് ഇത് നമ്മളിപ്പോൾ കാണുന്ന ഒരു മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ ഇത് മന്ത്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്താൽ എന്താണെന്ന് നോക്കാം. മന്ത്ലി ചാർട്ട് കണ്ട ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അതുകൂടാതെ നമ്മൾ ഇവിടെയും ഒരു ലൈൻ വരച്ചു. ഇവിടെയും നമ്മൾ ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ട് മന്ത്ലി വന്നിരിക്കുന്നത്. അപ്പോൾ മേ ബി ഈ ട്രയാങ്കിളിൻ്റെ ഈ ലൈനിൻ്റെ മുകളിൽ ഒരു മന്ത്ലി ചാർട്ട് ക്ലോസിങ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിലൊരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. മന്ത്ലി ആണിത്. നല്ല രീതിയിലുള്ള ഇതിൽ നല്ല രീതിയിൽ ടാർഗറ്റ് കിട്ടാനായിട്ട് വകുപ്പുണ്ട്. അപ്പോൾ ഇത് ക്ഷമയോടെ കാത്തിരിക്കുക വഴിയുള്ളൂ ഇതിൽ. കാരണം ഇത് മന്ത്ലി ചാർട്ട് പാറ്റേൺ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ എന്ന് പറയുന്നത്. വീക്കിലി ചാർട്ട് വ്യൂവിൻ്റെ ചാർട്ടിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഒന്നും കൂടി ഇതാക്കാം. നമ്മൾ മന്ത്ലി ചാർട്ട് വ്യൂവിൽ ക്ലോസിംഗ് ബേസ് വെച്ചിട്ടാണല്ലോ അത് വരച്ചിട്ടുള്ളത്. അപ്പോൾ വീക്കിലി ആകുമ്പോൾ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ ഇത് മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഇവിടെ. അപ്പോൾ വീക്കിലി ചാർട്ട് വ്യൂവിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണ്. പക്ഷേ അതുകൂടാതെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വീക്കിലി ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ വന്നിട്ടുള്ളത്, ലാസ്റ്റ് ക്യാൻഡിൽ. അതൊരു നല്ലൊരു സൈനാണ് കാണിക്കുന്നുള്ളത്. അതുകൂടാതെ ഇവിടെ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലൈനും കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് 1530 ഇവിടെ ഒരു സപ്പോർട്ടും ഇതിലുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. 1530 ഇതിലൊരു സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇതിലൊരു ബൈ എൻട്രി എടുക്കാനായിട്ട്. ഇത് ആദ്യമേ പറഞ്ഞല്ലോ, മന്ത്ലി വ്യൂവിൽ വന്ന ഒരു ചാർട്ട് പാറ്റേണിൻ്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊരു അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീക്കിലിയും മന്ത്ലിയും ഇതിൻ്റെ ചാർട്ടിൽ വന്ന പാറ്റേൺസ്. അപ്പോൾ ഇതും നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇടുക. നല്ലൊരു ബൈ എൻട്രി കിട്ടിയാൽ മാത്രം ഈ 3 ഷെയർസിലും ഒരു ബൈ എൻട്രി എടുക്കുക. കൃത്യമായ സ്റ്റോപ്പ് ലോസ് പാലിക്കണം. അതിൽ കൃത്യമായ ആ സപ്പോർട്ട് പോയിന്റിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് പാലിക്കുക. അപ്പോൾ അത്രയുമാണ് ഈ ഷെയർസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഒരു ബൈ എൻട്രി അങ്ങനെ ഒരു സ്റ്റോക്കിൽ ഇത്ര ലൈൻ കട്ട് ചെയ്താൽ നമുക്ക് എടുക്കാം. ഇത്ര ലൈനിൻ്റെ താഴെ എങ്ങനെ ഒരു സപ്പോർട്ട് പോയിൻ്റ് ആക്ട് ചെയ്യുന്നു, അവിടെ എങ്ങനെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ മാത്രമാണിത്. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യം പറയുന്നു. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷനിൽ എത്തുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.